ISL നടക്കുമോ എന്നൊരു സംശയം നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് നേരെയുള്ള ക്ലബ്ബുകളുടെയും താരങ്ങളുടെയും ഒക്കെ തന്നെ വിമർശനവും. അതിനെ തുടർന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ആ ഒരു മീറ്റിങ്ങിൽ 150 ദിവസം കൊണ്ട് 180 മത്സരങ്ങൾ നടത്താമെന്നൊരു ഫോർമാറ്റ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫോർമാറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വിത്തൗട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണർ ഇല്ലാതെയാണ്. അതായത് ഇതുവരെയായിട്ടും തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടെൻഡർ പ്രോസസ്സ് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ കമ്പനി പോലും മുൻപോട്ട് കടന്നു വരാത്ത സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴുമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ടെൻഡറൊക്കെ ക്ലോസ് ആയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ആ ഒരു കമ്പനി പോലും വരാത്ത അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത സാഹചര്യത്തിൽ ഉറപ്പായും ISLൻ്റെ കാര്യത്തിലുള്ള അവ്യക്തത ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈം പീരീഡിൽ എന്താവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്ന് എല്ലാവർക്കും വളരെയധികം ആശങ്കയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ ബാക്കിയായിട്ട് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. എന്നാൽ ഇനി ഓൺലൈൻ മീറ്റിങ്ങിന് ശേഷം ഒരു പുതിയ ഓഫ്ലൈൻ മീറ്റിംഗ് ഒന്നും കൂടി കണ്ടക്റ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മീറ്റിങ്ങിൽ ക്ലബ്ബുകളുടെ CEOമാർ, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ക്ലബിൻ്റെയും പങ്കെടുക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് 2 ക്ലബ്ബുകളുടെ CEOമാർ, അതായത് മോഹൻ ബഗാൻ്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും CEOമാർ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു 2 ടീമുകളുടെ കാര്യം അറിയത്തില്ല. എങ്കിൽ പോലും നാളെ ഒരു മീറ്റിംഗ് നടക്കാനിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്തായിരിക്കും അടുത്തൊരു വ്യക്തത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരിക എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതായത് എന്നായിരിക്കും മത്സരം ആരംഭിക്കുക. നിലവിലെ സ്ട്രക്ചർ പ്രകാരം 180 മത്സരങ്ങൾ വളരെയധികം ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 150 ദിവസം കൊണ്ട് വളരെയധികം ടൈറ്റ് ഷെഡ്യൂളിൽ താരങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം റിക്കവറി പ്രോസസ്സ് വളരെ കുറവ് ലഭിക്കുന്ന, സമയപരിധി വളരെ കുറവുള്ള 1-2 സ്റ്റേഡിയത്തിൽ മാത്രം ഒതുക്കി, അതായത് ക്ലബ്ബുകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അതായത് പരസ്യ വരുമാനമോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വരുമാനമോ അതുമല്ലെങ്കിൽ ഒരു ടിക്കറ്റ് സെയിലോ ലഭിക്കാതെ ക്ലബ്ബുകൾക്ക് അത് വളരെ വലിയൊരു നഷ്ടമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മാറണമെന്നുണ്ടെങ്കിൽ നാളത്തെ മീറ്റിങ്ങിൽ വളരെയധികം തക്കതായിട്ടുള്ള തീരുമാനങ്ങൾ ക്ലബിൻ്റെ അല്ല അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യമായിരുന്നു നവംബർ 29, 28 തീയതികൾക്കുള്ളിൽ തന്നെ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു വിധി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്വൈസും കൂടി എടുത്തതിന് ശേഷമായിരിക്കും ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ടൈം പീരീഡിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ കോർട്ടിൻ്റെ ഭാഗത്തുനിന്നുമുള്ള ഒരു അഡ്വൈസിന് വേണ്ടി കൂടിയാണ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കാത്തിരിക്കുന്നത് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നീക്കങ്ങൾ വളരെയധികം മോശമായ തലത്തിലൂടെയാണ് ഇതുവരെയായിട്ടും കടന്നു പോയിട്ടുള്ളത് എന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് മറികടക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ISLൻ്റെ കാര്യത്തിലുള്ള വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന 11 ISL സീസണിലും വളരെയധികം മികവോടുകൂടി തന്നെയായിരുന്നു നടന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്ന് FSDL ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ISLനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അവരുമായിട്ടുള്ള കരാറ് പൂർത്തിയായ സാഹചര്യത്തിലാണ് പുതിയ ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തേടുന്നത്. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്നുള്ളത്.